ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് കഥകളിയുടെ കിരീടം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നോക്കിയത്. ഇന്ന് ഫേസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുവാണ്. അതിനുശേഷം ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഫേസ് എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫേസ് ഷെയ്ഡ് ചെയ്യാൻ ഞാനിവിടെ സാപ്പ് ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ബ്ലാക്ക് കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡിങ്സ് ചെയ്യുന്നത്. ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള, അതായത് ഹൈലൈറ്റ് വരുന്ന പോർഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റും സാപ്പ് ഗ്രീനും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഫേസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് ശ്രദ്ധിക്കുക, ആദ്യം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഷെയ്ഡിങ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിട്ടും. ഷെയ്ഡിങ് കറക്റ്റ് ആവുന്നില്ല എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റിയിലെ പൊട്ട് ലെമണെല്ലാം യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് വരുന്ന ഡിസൈൻ റെഡ് കളർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു കറുത്ത പൊട്ട് കൂടിയുണ്ട്, അതും കൂടെ വരച്ചു കൊടുക്കാം. സാപ്പ് ഗ്രീനിൻ്റെ കൂടെ ബ്ലാക്ക് കളർ മിക്സ് ചെയ്തിട്ട് ഡാർക്കറായിട്ടുള്ള ഏരിയാസാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. വീഡിയോ സ്പീഡായിട്ട് തോന്നുന്നവർ യൂട്യൂബിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട്, അതിൽ സ്പീഡ് കുറച്ച് കണ്ടു നോക്കുക. ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള ഏരിയ ബ്ലാക്ക് കുറച്ചും കൂടെ എടുത്തുകൊണ്ട് ചെയ്യാം. ലൈറ്റായിട്ടുള്ള പോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് വരുന്ന പോർഷൻ, നോസിൻ്റെ പോർഷനിലൊക്കെയാണ്, ചീക്സ് അവിടെയൊക്കെയാണ് ഹൈലൈറ്റ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ലിപ്സിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കാർലറ്റിലേക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ലൈറ്റായിട്ടുള്ള പോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. ഡാർക്കർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. നെക്സ്റ്റ് താടിയുടെ അവിടെ വൈറ്റ് വരുന്ന പോർഷനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ എന്ന് പറയുന്നത് ആദ്യം ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാൻവാസ് വൈറ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ക്യാൻവാസ് വൈറ്റ് കറക്റ്റായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഷെയ്ഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെൻസീന വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. കുറച്ച് ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ അകത്ത് കുറച്ച് റെഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിന് ലൈറ്റായിട്ട് റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോർണേഴ്സിൽ കുറച്ചും കൂടി ഡാർക്കറാക്കി കൊടുക്കുക. അതിനുശേഷം ബ്ലാക്ക് കളർ ആക്രിലിക് യൂസ് ചെയ്തിട്ടുണ്ട്. 000 ലോങ് ഹെയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കണ്ണ് വരയ്ക്കുന്നത്. അപ്പോൾ കഥകളിയുടെ ഫേസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് എനിക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.